അസ്സലാമലൈക്കും അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വ അലാ ആലിഹി വസഹ്ബിഹി വസല്ലം. ഇന്ന് പറയാൻ പോകുന്ന അറിവ് വളരെയധികം എല്ലാവർക്കും ഉപകാരപ്പെടുന്ന അറിവ് തന്നെയാണ്. ഇൻഷാ അല്ലാഹ് നമ്മൾ വിഷമിച്ചിരിക്കുന്ന സമയത്ത്, അതായത് നമുക്കിനി ആരുമില്ല, എല്ലാ വാതിലുകളും അടഞ്ഞല്ലോ എന്ന് കരുതി ഇനി ഒരു വഴിയും തെളിയാനില്ല, നമ്മുടെ മുൻപിൽ ഒരു വഴിയും തുറന്നു കാണാനില്ല എന്ന് തോന്നുന്ന സാഹചര്യങ്ങളിൽ, എല്ലാ വാതിലുകളും അടഞ്ഞു, എന്നെ സഹായിക്കാൻ ആരുമില്ല എന്ന് തോന്നുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ ദുആയെ ഒന്ന് മുറുകെ പിടിക്കുക. ഇൻഷാ അല്ലാഹ്. എങ്കിൽ അടുത്ത വഴി നമുക്ക് അള്ളാഹുവിന്റെ റബ്ബിന്റെ അടുക്കൽ നിന്ന് നമുക്ക് കിട്ടുന്നതാണ്. നമ്മൾ ഒരിക്കലും നമ്മുടെ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം എന്ത് ചെയ്യാതിരിക്കുക? നമ്മൾ മാക്സിമം വിഷമത്തിലോട്ട് അകപ്പെട്ടു പോകാതിരിക്കുക. അതായത് നമ്മളെ ആരും സഹായിക്കാനില്ല എന്ന് തോന്നുന്ന സമയത്ത് നമ്മൾ ഒരുപാട് ഡിപ്രഷനിലും ടെൻഷനിലും അതുപോലെ തന്നെ വല്ലാത്ത സാഹചര്യത്തിലും അടിമപ്പെടാതെ നമുക്ക് ദീനീപരമായ മാർഗത്തിൽ, അതായത് അള്ളാഹുവിന്റെ മാർഗത്തിൽ നമുക്ക് എങ്ങനെ ആ വിഷയം നമുക്ക് മാറ്റിയെടുക്കാം. നമ്മൾ ഏറെക്കുറെ കാര്യങ്ങൾ നമ്മൾ ജീവിതത്തിൽ പതിവാക്കുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് അങ്ങനെയുള്ള ഒരു വിഷയങ്ങൾ വരിക തന്നെ ഇല്ല. അതുപോലെ തന്നെ വലുതായിട്ട് നമ്മുടെ പൈസയുടെ ബുദ്ധിമുട്ടുകൾ ഒരുപാട് അനുഭവിക്കുന്നവർ, അതുപോലെ തന്നെ എല്ലാ വാതിലുകളും അടഞ്ഞു, ഇനി എന്ത് എന്ന് തോന്നുന്ന സമയങ്ങളിലാണ് ഈ പറയുന്ന ദുആ ചൊല്ലേണ്ടത്. അത് എപ്പോഴൊക്കെയാണ്? രാവിലെയും രാത്രിയും ഓതിയാൽ, അതായത് വൈകുന്നേരവും രാവിലെയും, മഗ്‌രിബിന്റെ സമയത്താണ് ചൊല്ലേണ്ടത്. മഗ്‌രിബിന്റെ സമയത്തും സുബഹിയുടെ നേരത്തും, അതായത് ആ ഒരു സമയത്ത് ചൊല്ലുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം നമ്മുടെ ഫർള് നമസ്കാരത്തിന് ശേഷം എന്താണ് ചൊല്ലേണ്ടത്? റബ്ബന ആതിന മിൻ ലദുൻക റഹ്മതൻ വഹയ്യിഅ് ലനാ മിൻ അംരിനാ റഷദ. വളരെ മനോഹരമായിട്ടുള്ള ഒരു ദുആയാണ്. ഇൻഷാ അല്ലാഹ് ഇത് എല്ലാവരും ഈ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാവുന്നില്ല, അല്ലെങ്കിൽ ദിക്റുകൾ മനസ്സിലാവുന്നില്ല എന്ന് പറയുന്നുണ്ട്. ഞാൻ ഒന്നുകൂടി പറയാം. റബ്ബന ആതിന മിൻ ലദുൻക റഹ്മതൻ വഹയ്യിഅ് ലനാ മിൻ അംരിനാ റഷദ. ഇതാണ് തീർച്ചയായിട്ടും നമ്മൾ ഓതേണ്ടത്. ആ സാഹചര്യത്തിൽ, അതായത് നമ്മളെ ഇനി ആരും സഹായിക്കാനില്ല, നമ്മുടെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല, നമ്മുടെ എല്ലാ വാതിലുകളും, നമ്മളെ സഹായിക്കുന്ന ആളുകൾ നമ്മളെ കൈയൊഴിഞ്ഞു, അതുപോലെ തന്നെ നമ്മുടെ പോകാത്ത ഇടങ്ങളില്ല, അവരെയൊക്കെ നമ്മളെ എന്താ പറയുക, നമ്മളെ വേണ്ടെന്ന് വെച്ചു, അല്ലെങ്കിൽ നമ്മളെ സഹായിക്കാൻ ആരുമില്ല എന്നുള്ള ഘട്ടത്തിൽ എല്ലാം അറിയുന്നവനും കാണുന്നവനും കേൾക്കുന്നവനും അല്ലാഹുവാണ്, അല്ലേ? നമുക്കൊരു സാഹചര്യം തരികയാണെങ്കിൽ അതിനുള്ള ഉത്തരവും അതിനുള്ള മറുപടിയും അല്ലാഹു തന്നെ കാണിച്ചു തരുന്നതാണ്. ഇൻഷാ അല്ലാഹ് കുറച്ചൊക്കെ നമ്മൾ അലയുമെങ്കിലും നമ്മളെ അതിന്റെ ആ ഒരു ഭവിഷ്യത്ത്, അല്ലെങ്കിൽ അതിന്റെ ഒരു മറുപടി, അത് തീർച്ചയായിട്ടും അള്ളാഹുവിന്റെ ഭാഗത്തുള്ളതാണ്. അള്ളാഹു തന്നെയാണ് നമ്മുടെ എല്ലാ കാര്യത്തിലും നിയോഗിക്കുന്നതും ആക്കി കൊടുക്കുന്നതും ഒക്കെ. ഇൻഷാ അല്ലാഹ് അതുകൊണ്ട് ആരും വിഷമിക്കുകയോ വേദനിക്കുകയോ ചെയ്യേണ്ട. അള്ളാഹുവിന്റെ പരീക്ഷണങ്ങളായി ആണ് എന്ന് മാത്രം നിങ്ങൾ വിശ്വസിക്കുക ആദ്യം തന്നെ. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്കും ചെയ്യുക. അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഈ വീഡിയോ. അതായത് നിങ്ങളിൽ പെട്ട ആളുകൾ ഈ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഇത് മറ്റുള്ളവരിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതാണ് ചെയ്യേണ്ടത്. ഇൻഷാ അല്ലാഹ് അതിലൂടെ കിട്ടുന്ന ഒരു സ്വതക്ക പാഴാക്കി കളയാതിരിക്കുക ഇൻഷാ അല്ലാഹ്. അതുപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? എപ്പോഴും ദുആ ചെയ്യുക. ഓരോ കാര്യങ്ങളായിട്ട് ഓരോ ദിക്റുകൾ ചൊല്ലുക. നമ്മുടെ സാമ്പത്തിക ബുദ്ധിമുട്ട് നീങ്ങാനും, നമ്മുടെ ശാരീരികവും മാനസികവുമായിട്ടുള്ള പ്രയാസങ്ങൾ മാറാനും, അതുപോലുള്ള ഒരുപാട് വീഡിയോകൾ എന്റെ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിലല്ല, ചെറിയ ചെറിയ കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത്. ഇൻഷാ അല്ലാഹ് അതൊക്കെ കഴിവാക്കാൻ, അതായത് നമുക്ക് മിക്കതും ഒഴിവാക്കാൻ പറ്റാത്ത നല്ല നല്ല ദുആയാണ്. വളരെ ചെറിയ ദുആയാണ്. കാരണം തിരക്കിട്ട ജീവിതത്തിലോട്ട് നമ്മൾ പോകുന്ന കാലഘട്ടമാണ്. അതുകൊണ്ട് ചെറിയ ചെറിയ ദുആകളാണ് ചെയ്തിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് അത് ഒഴിവാക്കാതെ തന്നെ നിങ്ങൾ മാക്സിമം ചൊല്ലാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക, കൂടെ കൂട്ടുവാൻ വേണ്ടി ശ്രമിക്കുക. ഇൻഷാ അല്ലാഹ് ഇനിയും നിങ്ങൾക്ക് ഇതുപോലുള്ള നല്ല നല്ല അറിവുമായിട്ട് വരുന്നതാണ് ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. എല്ലാവരും മറ്റുള്ളവരിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്.
തീർച്ചയായിട്ടും പുതിയ ഒരു വീഡിയോയുമായിട്ട് കാണാം. അസ്സലാമു അലൈക്കും.